പെണ്ണിന്റെ വീട്ടുകാർ വിളിക്കണ്ടല്ലോ. ഹലോ. ഹലോ. അത് ഞാനാണ്. എനിക്ക് മനസ്സിലായി, ചിത്തുവിന്റെ ഉപ്പയല്ലേ? കല്യാണക്കുട്ടിയൊക്കെ എന്ത് പറയണ്? ഞങ്ങള് സുഖമായിരിക്കുന്നുണ്ട്. ഞങ്ങക്ക് സുഖത്തിന് കുറവൊന്നുമില്ല. ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എന്താ പെട്ടെന്നൊരു കാര്യം പറയണെന്ന് പറയേ. എന്ത് വല്ല കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പം മാത്രമേ ഉള്ളൂ. എന്താ കുഴപ്പമില്ലാത്തത്? അതെ, നിങ്ങൾ കല്യാണം ശരിയാവില്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും ബന്ധം നോക്കിക്കോ. നിങ്ങൾ നല്ലൊരു ഫാമിലി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ സമ്മതിച്ചത്. ഇത് ശരിയാവില്ല. ഈ ബന്ധം നമുക്ക് നടത്താൻ പറ്റില്ല. എൻ്റെ റബ്ബേ, നിങ്ങൾ എന്തുട്ട് വർത്താനം പറയണേ? എല്ലാം കൂടി വന്ന് കൈകൂടി വന്ന സമയത്ത് നമ്മൾ മോതിരം അടക്കം ഇടല് കഴിഞ്ഞില്ലേ? കല്യാണം വിളി അടുത്ത് തുടങ്ങി. എന്നിട്ടിപ്പോൾ ഒരു വല്ലാത്തൊരു കൊണ്ടെടുത്തിടുമ്പോൾ നിങ്ങൾ ഇടുന്നത് അത്രമാത്രം പറയാൻ മാത്രം എന്തുണ്ടായി? പറയാൻ മാത്രം ഇപ്പൊ എന്താ ഇല്ലാത്തത് നിങ്ങളുടെ കുടുംബത്ത്? നിങ്ങളെ മൂത്ത മോന്റെ കാര്യങ്ങൾ മറച്ചു വെച്ചില്ലേ? അതെന്താ എൻ്റെ അടുത്ത് മറച്ചു വെക്കാൻ കാരണം? നിങ്ങൾ ആരെങ്കിലും പറയണ്ടെന്ന് പറഞ്ഞാ നിങ്ങളെ മൂത്ത മോൻ ഇരിക്കുമ്പോൾ അനിയന്റെ കല്യാണം ഉറപ്പിക്കുക. അതെങ്ങനെയാ ശരിയാകുക? ആ ആൾക്കാർ ചോദിക്കില്ലേ, അന്വേഷിക്കില്ലേ? അപ്പൊ നിങ്ങൾ അന്വേഷിച്ചു, വിവരങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു. അപ്പൊ പിന്നെ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞിട്ട് തെറ്റൊന്നുമില്ലല്ലോ എൻ്റെ മേലെ. തെറ്റുണ്ടെങ്കിൽ വല്ലതും പറയും നിങ്ങള്. അയ്യോ, ഞങ്ങൾ മൂത്ത മോൻ്റെ കാര്യം മറച്ചു വെച്ചതൊന്നും അല്ല. അത് നിങ്ങൾക്ക് അറിയുമെന്ന് വെച്ചിട്ട് വിചാരിച്ചതാ. അവനിപ്പോൾ കല്യാണം വേണ്ടാന്ന് പറഞ്ഞ കാരണമാണ് അവൻ്റെ കാര്യത്തിലേക്ക് അങ്ങനെ നോക്കാത്തത്. നിങ്ങൾ വലിയ വർത്താനൊന്നും പറയണ്ട. മൂത്ത മോനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ഫുള്ള് കള്ളുകൂടിയല്ലേ. ഇനി കഞ്ചാവും മയക്കമരുന്ന് എന്തൊക്കെ ഉപയോഗിച്ചിട്ട് ആ ബന്ധത്തിൽ ആ കുടുംബത്തിലേക്കല്ലേ എൻ്റെ മോളെ പറഞ്ഞയക്കുന്നത്. എനിക്ക് തരാൻ മനസ്സില്ല. നിങ്ങൾ വേറെ അന്വേഷിക്കുക, എന്തോ ചെയ്തത്. നിങ്ങൾ ഫോൺ വെച്ചിട്ട് പോയ അവിടെ നിന്ന്. ഞാൻ പറയണതൊന്ന് കേക്ക് നിങ്ങള്. വെച്ചു. പക്ഷെ എന്താ ഈ മനുഷ്യൻ ഇങ്ങനെ പറയണ പഠിച്ചോനെ? ഈ മനുഷ്യൻ എങ്ങനെ ഇത് അറിഞ്ഞ് റബ്ബേ? ഇത് അറിയാണ്ട് നമ്മൾ മൂടി വെച്ച് എങ്ങനെ? നാട്ടുകാരല്ലേ, എന്താ ചെയ്യുക? അന്വേഷിച്ചിട്ടുണ്ടാവും വന്നിട്ട്. അപ്പം അങ്ങനെ അറിഞ്ഞിട്ടുണ്ടാവും. അതിന് എൻ്റെ മോൻ കുടിക്കണതിന് അവരെ മോളെ തരുന്നതിന് എന്താ ബന്ധം? ആര് പറഞ്ഞു കൊടുത്താവാ? ഷമീർ എവിടെ? ഞാൻ അവനക്കൊന്ന് വിളിക്കട്ടെ. മോനെ. അവിടെ ഇന്നും കുടിച്ചൂല്ലേ? എന്തിനാ മോനെ നീ ഈ നശിച്ചതിനെ കുടിച്ചിട്ട്? നിന്റെ അനിയന്റെ കല്യാണം മുടങ്ങി നീ വല്ലതും അറിഞ്ഞാ? കുടിച്ചോളൂ. മോതിരം ഇടല് കഴിഞ്ഞതല്ലേ മോനെ മുടങ്ങിയിരിക്കണ്? നീ ഇതൊരു വേഷമല്ലേ പള്ളി ഇപ്പൊ അടക്കുന്ന? ഇന്നലെ അടക്കം നിന്നോട് തന്നെ എന്തെല്ലാം നല്ല കാര്യം പറഞ്ഞന്ന്. ഇന്ന് ഇതേപ്പോ വരുമ്പോ നീ ഇതേപോലെ കേൾക്കുമ്പോ ഒരിത്, അത് കഴിഞ്ഞ നീ ഈ ലെവല്. എന്തിനാ മോനെ ഇതൊന്ന് നിർത്തടാ നീ. ഞാൻ കല്യാണം മുടക്കിയിട്ടില്ല. നീ കല്യാണം മുടക്കണ്ട. നീ ഈ ചെക്കൻ്റെ കഥ ഈ കോലാണെന്ന് പറഞ്ഞ ആര് പെണ്ണ് തരും? അവൻ എന്ത് വിഷമെന്നറിയോ പാവം. അവന്റെ കല്യാണം ഞാൻ നടത്തും, മൈക്ക നടത്തും. ഉമ്മ എന്തിനാ വിഷമിക്കുന്നത്? നടത്തും. നിന്റെ പേര് പെണ്ണ് കിട്ടില്ല. 100 പവൻ സ്വർണ്ണം ഞാൻ കൊടുക്കും. 100 പവന് സാർ ആർക്ക്? നിന്റെ പെങ്ങൾക്കാ? നിന്റെ ഉണ്ണിക്കാണ് കല്യാണം, നിന്റെ അനിയനിക്കാണ് കല്യാണം. അവന് കൊടുക്കും സ്വർണ്ണം. ഞാൻ കാറ് വാങ്ങി കൊടുക്കും. അയ്യോ, നീ കാറ്, നീ കുടിയൊന്ന് നിർത്ത്. അപ്പൊ നീ എല്ലാം നിർത്ത്. നീ ഇവിടെ കിടന്ന് വീഴുണ്ടപ്പോ. എന്തിനാണ് മോനെ ഇങ്ങനെ എല്ലാവരെയും നീ വേദനിപ്പിക്കുന്നു? മനസ്സിനൊരു സമാധാനമുണ്ട്. എന്തോരം ആൾക്കാർ റോട്ടിൽ കൂടി നീ ഇപ്പൊ വന്നിട്ടുണ്ടാവും. നമ്മളെ മര്യാദയും എല്ലാം നാളെ കാറ്റിൽ പോകും നമ്മളത്. ഇങ്ങനെ ഒരു മോനായി പോയല്ലോ നീ. എത്ര പറയുന്നു തന്നെ നിർത്തടാ നിർത്തടാന്ന്. ഉമ്മ വിഷമിക്കണ്ടമ്മ. ഞാനൊരു കുടിയനാണെങ്കിലും അവൻ നല്ലവനാ. അവന്റെ കല്യാണേ നമ്മക്ക് നടത്താമ്മ. ഞാൻ കാരണം അവന്റെ കല്യാണം മുടങ്ങില്ല. ഉമ്മ അവന് വിഷമിക്കില്ല. ഈ കെട്ടൊന്ന് മാറിക്കഴിഞ്ഞാലേ ഞാൻ അവരോട് സംസാരിക്കും. കെട്ടൊന്ന് മാറിയിട്ട് നീ സംസാരിക്കാൻ പോ. നീ അവിടെ നീ ചെന്ന് കിടക്ക്. നീ അവിടെ. ഞാന് അന്ന് കുടിക്കില്ലെന്ന് വിചാരിച്ചതാ. ആ പിള്ളേര് നിർബന്ധിച്ചപ്പോ കുടിച്ചതാണ്. എന്ത് ദുനിയാവിൽ ഞാൻ ചെയ്താണോ പഠിച്ചോനെ? ഇങ്ങനെ ഒരു മോനെ എനിക്ക് ജനിച്ചത്. 100 രൂപ എന്തിനാ ഇനിയും പോയി മോന്താനാ? ഈ ലെവലിൽ നിക്കണത് പോരാ?
ഇനിയും 100 ഉറുപ്പിക കിട്ടി, ഇനി ഈ കോലത്തോടെ ഇനിയും പോയി മോന്തണം അല്ലേ നിനക്ക്? ചെന്ന് നടക്ക്. നിന്നെ അവിടെ കൊണ്ടുപോയി തന്നെ ഒന്ന് തലയിൽ വെള്ളം ഒഴിച്ച് മാറും. കല്യാണം നടത്തണ്ടമ്മ. അവന് കല്യാണം നടത്താൻ ഇക്ക നന്നാകെ. ഈ കോലത്തിൽ വന്ന ആര് പെണ്ണ് തരുമോ? നടക്ക്, ബാത്റൂമിൽ കൊണ്ടുപോയി തല വെള്ളം ഒഴിച്ചാൽ ശരിയാവും. ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട്. ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കിയതാണ്. ഉമ്മ ഉമ്മ ഓ എന്താ മോനെ? അവനെവിടെ മാ? അവ ഇങ്ങോട്ട് വന്നാ? ആരെയാ മോനെ ചോദിക്കണ? ഇക്കാനെയാണോ? ഇക്ക? അതേ, അവനെന്റെ ഇക്കല്ല. അവനെ നിക്കാന്ന് വിളിക്കൂല ഞാന്. അവനെന്താ ചെയ്തു ഉമ്മാക്ക് അറിയോ? അവന്റെ പണ്ടാറ കുടികാരനെ എന്റെ കല്യാണം മുടങ്ങിയത്. ചിത്തുവിൻ്റെ ഉപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു മോനെ. ചിത്തുവിൻ്റെ ഉപ്പ വിളിച്ചിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ച്. അപ്പോൾ അവൻ്റെ കാര്യം ഇക്കാടെ കാര്യം പറഞ്ഞിട്ടാണ് ആൾ എന്നോട് ചൂടായി വർത്താനം പറഞ്ഞത്. ഉമ്മാക്ക് അറിയണതല്ലമ്മ. എത്ര വർഷങ്ങൾ ഇപ്പൊ പൊന്നുപോലെ സ്നേഹിച്ചാണ് ഉമ്മ. എന്നിട്ട് അവസാനം കല്യാണം വരെ എത്തിയിട്ട് അവസാനം മുടങ്ങി പറയുമ്പോ എനിക്കതൊരു സങ്കടം ഉണ്ട് ഉമ്മ. എനിക്കറിയാം മോനെ, നിന്റെ വിഷമം എനിക്കറിയാം. എന്ത് ചെയ്യാനാ? അത് വേണ്ട നമുക്ക് ഇക്ക അല്ല, അതിൻ്റെ ഇക്ക ഇല്ലാണ്ടാവുമോ? ഉമ്മയുടെ മോനില്ലാണ്ടാവുമോ? ഇക്കാനെ കൊണ്ടുപോയി കളയാൻ പറ്റുമോ നമുക്ക്? അവനൊന്ന് നന്നായി കിട്ടാൻ ഇനി വിളിക്കാത്തൊരു ഔലിയാക്കന്മാരില്ല, അല്ലല്ല. എന്തോരം നേർച്ച നെയ്യത്താക്കിയിട്ടുണ്ടെന്നറിയാം. ആ പണ്ടാറ കുടിയൊന്ന് മാറി എൻ്റെ മോൻ നല്ല രീതിയിലൊന്ന് കയ്യിൽ കിട്ടാൻ. അതിനിപ്പോൾ എന്താ ചെയ്യുക നമ്മൾ? ആ കുടിയൊന്ന് നിർത്തി കഴിഞ്ഞാൽ ഒരു സമാധാനം ആയില്ലേ? നിൻ്റെ വിഷമമൊക്കെ എനിക്ക് അറിയുന്നുണ്ട്. അവരോട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. നീ വിഷമിക്കണ്ട. എന്ന് അവന്റെ കുടി തുടങ്ങിയോ അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ കുടുംബത്തിന്റെ കഷ്ടപ്പാട്. അവൻ കാരണം എത്രമാത്രം നാണം കെട്ടുമ്പോ നമ്മുടെ കുടുംബം. അതെ, ഇതിനൊരു തീരുമാനമാക്കാണ്ടേ ഇനി നടക്കൂല. എന്നിട്ട് അവനെവിടെ? അവനത് കള്ളം കുടിച്ച് വന്നിട്ട് കിടക്കുന്നുണ്ട്. നടക്കാൻ വയ്യാണ്ട് വന്നിട്ട് അവൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതെ, ഞാൻ മടി ഒരു കാര്യം പറയട്ടെ. ഉമ്മാക്ക് ആ കള്ളുകൂടി അവൻ വേണോ അത് ഞാൻ വേണോ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ പോവുള്ളൂ. ഓ, കിടക്കണ കിടത്തം കണ്ടില്ലേ? എന്റെ ജീവിതം നശിപ്പിച്ച നാശം. എണീറ്റാണ്ട് എടാ, നിനക്ക് നീ കുടി നിർത്തിക്കോടാ. നിന്റെ എത്ര പ്രാവശ്യം ഞാൻ പറയടാ, നിന്റെ ഈ പണ്ടാറ കുടികാരനെ എന്റെ ജീവിതമാണ് തൊലഞ്ഞത്. നിന്റെ പൈസയിലൊന്നും ഞാൻ കുടിച്ചിട്ടില്ലല്ലോ. ഞാൻ എന്റെ പൈസയിലാടാ കുടിച്ചത്. നീ പോടാ. കണ്ടില്ല എന്റെ അഹങ്കാരം? കണ്ടില്ല അവന്റെ അഹങ്കാരം? കള്ളു കുടിച്ച് കിടക്കുന്ന ബോധം പോലും ഇല്ല. എന്നിട്ട് എന്റെ അഹങ്കാരത്തിനൊരു കുറവില്ല. ഇടിക്കലുണ്ട്, നടക്കണുണ്ട്. അതെ, കള്ളുകൂടിയമാർക്കേ ഈ വീട്ടില് സാധനമില്ലടാ. കൊറേ എല്ലാം സഹിച്ചു ഞാൻ. ഇനി ഞാൻ സഹിക്കൂല. ഞാൻ കുടിക്കൂ, ഇനിയും കുടിക്കൂ. കടക്കട പുറത്ത്. അയ്യോ ഉമ്മ ഇങ്ങോട്ട് വന്നേ. ഇത് നടന്നുണ്ട്. ഉമ്മ എവിടുക്ക പോണു? ഉമ്മക്ക് അവൻ വേണം ഞാൻ വേണ? അവന്റെ ഈ പണ്ടാറ കള്ളുകൂടി കാരണല്ല എന്റെ ജീവിതം തൊലഞ്ഞത്. അവൻ എവിടുക്കാഞ്ഞ് തൊലഞ്ഞോട്ടെ. മോനെ, എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ പറയണ? അവനെ പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. അവൻ എന്ത് തെറ്റ് ചെയ്യണം? അവനൊക്കെ കുടിയനല്ലേ ഉള്ളു. അതുകൊണ്ട് അമ്മ പ്രസവിച്ച മോനല്ലേ നിന്നെ പോലെ. എനിക്ക് രണ്ടും ഒന്നാണ്. നീയും ഒന്നല്ല, അവനും ഒന്നല്ല. അവന് കുടിച്ചെന്ന് പറഞ്ഞിട്ട് എൻ്റെ മോനല്ലാണ്ട് പോകുമോ? മോൻ എന്തെങ്കിലും കണ്ണീ ചോരയും വീഴ്ചിപ്പോൾ തള്ളിയിട്ടത് അവൻ മുറ്റത്ത് കടിച്ചു കയറ്റി വീണിട്ടുണ്ടെങ്കിലോ? നീ എന്നെ കൊണ്ടുപോകണ്ടേ ആശുപത്രിക്ക്? എന്തിനാ മോനെ? എനിക്ക് ഭയങ്കര വിഷമമുണ്ടിട്ട്. നീ ഇങ്ങനെ അവനെ കാണിച്ചില്ലേ? എന്തിനാ മോനെ? നിനക്കൊന്ന് നന്നായി കൂടറാ മോനെ. ഉമ്മ പറയണമെന്ന് കേക്കടാ. നീ എന്താ ഇങ്ങനെ? നീ ആയ കാരണല്ലടാ മോനെ ഇങ്ങനെ കുടിച്ച് നശിച്ച കുടിയായ കാരണല്ല. അവന്റെ ഒരു കല്യാണമൊക്കെ മുടങ്ങിപ്പോയത്. കല്യാണം മുടങ്ങിയത് കൊണ്ടല്ലേ മോനെ ഇപ്പൊ ഇത്രയും അവനക്ക് വിഷമം. എന്റെ ഉണ്ണിയല്ലേ അവൻ. നീ ഒന്ന് നന്നാകടാ മോനെ. എന്റെ മോൻ ഈ നശിച്ച കുടിയൊക്കെ ഒന്ന് മറന്നേ. വിട്, അത് വിട്. എന്റെ മോൻ അങ്ങനെ ഇരുന്ന കുട്ടിയാണ്. വയ്യ എൻ്റെ റബ്ബേ, ആരുടെ കണ്ണീർ എൻ്റെ കുടുംബത്തിലേക്ക് പണ്ടാണ്. എൻ്റെ കുട്ടി എങ്ങനെ ഇരുന്ന കുട്ടിയാ, കണ്ടില്ലേ? നന്നാകണം മോനെ. എനിക്ക് മോനെ എനിക്ക് ഈ ഷർട്ടൊക്കെ ഒന്ന് ഊരി വെച്ചിട്ട് പോയി കുളിച്ച് ചെല്ല്. എന്തെന്നാ പറയാ? ഞാൻ ആരുടെ ജീവിതം നശിപ്പിച്ചു? ഞാൻ സമ്പാദിക്കണോ, ഞാൻ കുടിക്കണോ? നിങ്ങൾക്ക് എന്ത്? ഞാൻ പോവാ. അവൻ എന്നെ തല്ലി. അവൻ അനിയൻ എന്നെ തല്ലി. ഞാൻ ഇനി നിക്കില്ല ഈ വീട്ടിൽ. ഞാൻ പോവാ. മോനെ നീ ഒന്ന് നിക്കട മോനെ. ആൾക്കാർ കാണടാ റോട്ടിൽ കൂടി. കഷ്ടം. ഇങ്ങനെയൊക്കെ കാണുമ്പോഴടാ അവൻ ചീത്ത പറയണ. എന്റെ താഴെയുള്ളവനല്ലേ, അവനെ കണ്ടുപിടിച്ചൂടെ നിനക്ക്? നീ ഇങ്ങനെയൊക്കെ നടക്കുമ്പോ തന്നെ ഒരു കുടുംബത്തിൽ ഒരു പെൺകുട്ടിയെ തരാൻ അവര് പേടിക്കണം. ആരും വേണ്ട.
മോനെ എനിക്കടാ, അകത്ത് വന്ന് കിടക്കടാ, എനിക്കടാ. അവൻ ദേഷ്യത്തിലാക്കിയതാ എനിക്ക്. മോനെ എനിക്കടാ മോനെ. ഉമ്മ നാന് വിട്ടേ, അപ്പൊ ഇവിടുക്കാഞ്ഞ് തന്നെ പൊക്കോട്ടെ, അങ്ങനെ കുറച്ച് സമാധാനം കിട്ടട്ടെ. മോനെ എനിക്ക് അകത്ത് വന്ന് കിടക്കും. വാ അകത്ത് വന്ന് കിടക്കാന്. അകത്ത് വന്ന് കിടക്ക്, ബാ നടക്ക്. കാണണ്ട, നിക്കടാ അവിടെ. എവിടേക്കട നീ അണഞ്ഞൊരുങ്ങി കുളിച്ചൊരുങ്ങി പൗഡറൊക്കെ പൂസിട്ട് പോണ? നീ ഇന്നലത്തെ പോലെ കുടിച്ചിട്ട് വരാനാ? ഇന്നലെ ഇവിടെ നടന്നത് വല്ലതും ഓർമ്മയുണ്ടോ നിനക്ക്? ഇന്നലെ എന്ത് നടന്നു? ഒന്നും നടന്നിട്ടില്ലല്ലോ. ഞാൻ മിണ്ടാണ്ട് റൂമിൽ വന്ന് കിടന്നു, അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഉമ്മ എന്തിട്ടൊക്കെ പറയണത്? ഇന്നലെ നീ വന്ന് കിടന്നുന്നാ? ഇന്നലെ ആടി ആടി മൂക്കിൽ പിഴിഞ്ഞെടുക്ക അമ്മാതിരിയാണ് നീ ഇതിൻ്റെ ഉള്ളിൽ വന്നത്, അറിയോ? എന്തെങ്കിലും നിനക്ക് ബോധമുണ്ടാ? ഇതേ ഇപ്പൊ തെളിവായി. ഇനി പോയി വന്നാല് അതേപോലെ വരിക, മട്ടമലാച്ച കെടുക്കുക, എന്തൊക്കെയാ കാണിച്ചു കൊടുക്കുന്ന, ഭക്ഷണം കഴിക്കണ്ടോ? ഇല്ല, പൊള്ള ഏന്തിട്ട് വരിക, നിനക്ക് എടുക്കുക. ഡാ ഇന്നലെ എന്താ കഴിഞ്ഞ്? ആ കുട്ടി എത്ര കാലം സ്നേഹിച്ച് നടന്ന പെൺകുട്ടിയാണെന്നറിയോ? അതടക്കം വേണ്ടാന്ന് വെച്ചില്ലേ നിന്നെ ഒരുത്തനാല കാരണം? ഉമ്മ എന്താ പറയണത്? ഞാൻ കാരണം എങ്ങനെ അവന്റെ കല്യാണം മുടങ്ങണത്? അവ സ്നേഹിച്ച് നടക്കുകയാണെങ്കിൽ അത് നിങ്ങൾ വേണം കല്യാണം നടത്തി കൊടുക്കാന്. ഞാൻ കാരണം എങ്ങനെ മുടങ്ങുക? ഉമ്മ ഓരോന്ന് എൻ്റെ പേരിൽ കുറ്റം പറഞ്ഞ് അങ്ങനെ രക്ഷപ്പെടാൻ നോക്കണ്ട. ഞാൻ സമ്പാദിക്കണു, ഞാൻ കുറച്ച് കുടിക്കണു, അതെന്റെ വിഷമം കൊണ്ടല്ലമ്മ ഞാൻ ചെയ്യണത്. അതിന് ഇത്രമാത്രമൊക്കെ എന്താ സംസാരിക്കാനുള്ളത്? എനിക്ക് ഇന്നലെ നടന്നൊന്നും അങ്ങനെ ഓർമ്മയില്ല. നിനക്ക് എന്ത് വിഷമാ? കല്യാണം കഴിക്കാത്ത വിഷമാ? നിന്റെ പിള്ളേർക്കേ 2 കുട്ടികളായി. ഈ ഫുള്ളായി കുടിച്ച് 4 കാലിൽ വരുന്നവർക്ക് ആര് പെണ്ണ് തരും മോനെ? ഏതെങ്കിലും ഒരു തറവാട്ടിൽ ചെന്ന് കാല് വെക്കാൻ പറ്റുമോ? ആര് പെണ്ണ് തരും നിനക്ക്? നിനക്കല്ല വിഷമോ, അവനിക്കാണ് വിഷമോ, നിന്റെ അനിയനിക്ക്. അവൻ എത്ര കാലം സ്നേഹിച്ച് നടന്ന പെണ്ണാണ് ഇപ്പൊ കയ്യിൽ നിന്ന് പോയത്. അവരിപ്പൊ വിളിച്ചിട്ട് വേണ്ടെന്നാ പറഞ്ഞ്. എന്തെങ്കിലും നീ അറിഞ്ഞാ? നന്നോട് വന്ന് പറയണ പോലെ നീ ഇന്നലെ വന്നത് ഇങ്ങോട്ട്. ഇപ്പൊ സ്വയബോധത്തോടെ പറയണ്. ഇനി പോകുമ്പോ അതല്ലല്ലോ, എല്ലാം മറന്നിട്ടല്ലേ നീ വരിക. അവനാണ് വിഷമം, അവന്റെ വിഷമാണ് നീ ഉമ്മ അറിയേണ്ടത്. എന്താ പറയണത്? അവന്റെ കല്യാണം മുടങ്ങിയെന്നാ? ഉമ്മ വിഷമിക്കണ്ടമ്മ. ഞാൻ കാരണം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ തിരുത്തിക്കോളാം. കുടിക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ലമ്മ. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഓരോരുത്തരായാലും വിളിക്കുക, വായോ വാങ്ങി വെച്ചിട്ടുണ്ട് അത് ഇത് എന്ന് പറഞ്ഞിട്ട്. കുടിച്ചില്ലെങ്കിൽ കയ്യും കാലൊക്കെ വിറയ്ക്കാണമ്മ. ഭ്രാന്ത് പിടിച്ച പോലെ ആവുക. എല്ലാ ദിവസവും ഞാനും വിചാരിക്കുന്നുണ്ട് ഇതൊന്നും വേണ്ട നിർത്താന്നൊക്കെ പറഞ്ഞിട്ട്. എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ? അവന് എന്നെ കൊണ്ടൊരു വിഷമമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് സംസാരിക്കുക. ഉമ്മ അതിനെ കുറിച്ചൊന്നും വിഷമിക്കണ്ട. അതെ, എങ്ങനെങ്കിലും അവരുടെ കാലിൽ വീണ് കൈ പിടിച്ചോ കാല് പിടിച്ചോ എങ്ങനെയെങ്കിലും അവന്റെ കല്യാണം ഒന്ന് എൻ്റെ മോൻ ശരിയാക്കി. നിന്റെ ഒരുത്തം കാരണമാണ് അവന്റെ കല്യാണം തട്ടിപ്പോയത്. എത്ര വിഷമമുണ്ടെന്നറിയോ? ഈ പൊണ്ടോർ ഒടുക്കത്തെ കുടി കൊണ്ടല്ലേ എൻ്റെ മോനിക്ക് ഒരു പെണ്ണൊക്കെ കെട്ടണ്ടേ? നല്ല കുടുംബത്തിൽ പോയി ഒരു പെണ്ണൊക്കെ കെട്ടണ്ടേ? ഈ നിലക്ക് പോയാലോ? ഉമ്മയുടെ കാലം കഴിഞ്ഞാൽ നിനക്ക് ആരുള്ളത്? നാട്ടുകാർക്ക് വീട്ടുകാർക്ക് നീ ഒരു കുടിയേ. നിന്നെ ആര് നോക്കും ഉമ്മയുടെ കാലം കഴിഞ്ഞാല്? ആ ഒരു വിഷമം തന്നെ ഉള്ളൂ. ഉമ്മാക്ക് വിഷമം, ഉമ്മാക്ക് വിഷമമില്ല ഉമ്മാക്ക് ഒടുക്കത്തെ വിഷമം തന്നെ ഉള്ളൂ. കണ്ടില്ലേ ഉമ്മയുടെ കോല? എന്നെ ഒന്നും ആരും നോക്കണ്ടമ്മ. ഞാനോ നശിച്ചു, അവന്റെ ജീവിതം എന്റെ മോനെ പണ്ടാറ കുടിയൊന്നും നിർത്തട മോനെ, എന്റെ പൊന്നു മോനെ. പറയണതൊന്ന് കൂട്ടാക്ക്. ഈ ലെവലിൽ പോണില്ലേ? ഇതേപോലെ എന്റെ മോൻ വാ. എന്റെ മോൻ പോയിട്ടേ അവരുടെ വീട്ടിൽ ചെന്നിട്ട് അയാളായിട്ടൊന്ന് സംസാരിച്ചിട്ട് ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എത്ര കാലം സ്നേഹിച്ച് നടന്നാണ്. നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞിട്ട് അവരെ കല്യാണം വേണ്ടാന്ന് വെക്കണ്ട, ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് വരില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ മോൻ അതൊന്ന് പോയി സംസാരിച്ച് ഇതേപോലെ നീ ഇങ്ങോട്ട് കയറി വരണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ഉമ്മ ഞാൻ പറയണില്ല, ചെയ്ത് കാണിക്കും, അത്ര തന്നെ ഉള്ളൂ. ഈ പണ്ടാറ കുടിയൊന്നും എൻ്റെ മോൻ നിർത്ത്, പൊന്നു മോനൊന്ന് നിർത്ത്, നന്നാവ്. അത് കണ്ടാൽ മതി ഉമ്മാക്ക്. എന്നാ ഞാൻ അവരെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ഇനി ഞാൻ കുടിക്കില്ല. അവരെ കാലിൽ വീണിട്ടായാലും ആ കല്യാണം നമുക്ക് നടത്തണം. അപ്പം അത്രയും ആഗ്രഹിച്ചല്ലേ. ഞാനായിട്ട് ഇനി ആ കല്യാണം മുടങ്ങണ്ട. ഞാൻ ഒന്ന് പോയി കണ്ടിട്ട് വരാമോ? എന്നാലും പോയിട്ട് വാ, നല്ല കുട്ടിയായിട്ട് പോയിട്ട് പോ.
നീയാ? നീ എന്ത് ഈ നേരത്തും കൂടെ വന്നിരിക്കണത്? എല്ലാ നീ കുടിച്ചിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നാണോ നീ? ഞാൻ കുടിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നവന്നല്ല. ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. നിങ്ങൾ ഉമ്മാനെ വിളിച്ചിട്ട് ഈ കല്യാണം നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. ആ പറഞ്ഞു, ശരി തന്നെയാ. അതെ, ഞങ്ങൾ അന്തസ്സുള്ള തറവാട്ടുകാരാണ്. നിന്നെ പോലെ കുടിച്ചടക്കുന്ന ഒരു വീട്ടിലേക്കല്ല എൻ്റെ മോളെ ഞാൻ പറഞ്ഞേക്കില്ല. ഞാൻ ഓപ്പണായിട്ടൊക്കെ പറഞ്ഞാണല്ലോ. പിന്നെ എന്തിനാ നീ അന്വേഷിച്ച് ഇങ്ങോട്ട് വരാനുള്ളത്? എനിക്ക് ആ വാക്ക് തന്നെ എനിക്ക് പറയാനുള്ളത്. എനിക്ക് വേറെ വാക്കൊന്നും പറയാനില്ല. എൻ്റെ മോളെ ഞാൻ കൊടുത്താൽ അങ്ങോട്ട് വിടില്ല. വേറെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുത്താൽ നിങ്ങളെ തറവാട്ടിലേക്ക് ഞാൻ വിടില്ല. എന്തിനൊക്കെ ഇങ്ങനെയൊക്കെ പിടിവാശി കാണിക്കണം? അവർ അത്രമാത്രം ഇഷ്ടപ്പെട്ടതല്ലേ. ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഈ കല്യാണം കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ തീരുമാനിച്ച്. അവൻ്റെ എത്ര സന്തോഷമായെന്നറിയോ അവർ രണ്ടുപേർക്കും. ഇനിയിപ്പോൾ ഞാനാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഞാൻ അതിനുള്ളൊരു വഴി കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കണേ. നീ ഒരു വഴിയും പറയണ്ട, ഞാനൊരു കാര്യവും പറയും. അത് നീ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കല്യാണം നടക്കും. ഇല്ലെങ്കിൽ എൻ്റെ കൊക്കും ചെയ്യണ്ട, ഞാൻ കല്യാണം നടത്തില്ല. ഞാനൊരു ഉപ്പന്നെയാ. എൻ്റെ മോളുടെ വിഷമേ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയണത്, മനസ്സിലായാ? ഞാനിപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഈ കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ ഈ കല്യാണത്തിന് നീ പങ്കെടുക്കാൻ പാടില്ല. ആ വീട്ടിൽ നീ ഉണ്ടാകാനും പാടില്ല. ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിക്കുക, അവിടെ കുടിച്ച് എന്ത് വേണം ചെയ്തു. ഈ നാട്ടിൽ കണ്ടുപോകരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കല്യാണം നടത്തും. ഇല്ലെങ്കിലോ ഈ ബന്ധം കൊണ്ട് അവസാനിക്കും. തീരുമാനം നിന്റെ. നിങ്ങളുടെ മോളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണ്ടാവുക. എൻ്റെ അനിയെന്ന് പറഞ്ഞാലേ എൻ്റെ ഉപ്പ മരണപ്പെട്ടതിന് ശേഷം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെല്ലാവരും വളർന്നത്. സന്തോഷം എന്താണെന്ന് പോലും ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. ഇന്ന് അവൻ സന്തോഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മോള് ഒരാളുള്ള കാരണം. ഇനി അത് ഞാനായിട്ടത് കല്യാണമൊന്നും മുടങ്ങണ്ട. നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ളൂ. ഞാൻ പോയിക്കോളാം. അവൻ്റെ സന്തോഷമാണ് എനിക്ക് വലുത്. അവരുടെ കല്യാണമാണ് എനിക്ക് വലുത്. ഞാനോ നശിച്ചു, അവനെയും സന്തോഷത്തോടെ ഇരിക്കട്ടെ. ഞാൻ പോയിക്കോളാം. എനിക്ക് സമ്മതമാണ് നിങ്ങൾ പറഞ്ഞു. പിന്നെ ഇവിടെ നടന്ന സംഭവം ഒരാളും അറിയരുത്. അറിഞ്ഞാ പിന്നെ എൻ്റെ സ്വഭാവം എനിക്കറിയാലോ. ഇതല്ല, ഇതിന് മേലെ സംഭവിക്കും. ഇല്ല, ഞാൻ ആരോടും പറയൂല, ആരെ അറിയിക്കില്ല. ഞാൻ പോയിക്കോളാം.